മാം, ന്യൂ ബോൺസിൽ കാണുന്ന ഒരു കോമൺ ആയിട്ടുള്ള കാര്യമാണ് ശ്വാസം മുട്ടൽ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ളത്. ഇതിൻ്റെ പിന്നിലുള്ള മെയിൻ റീസൺ എന്തായിരിക്കും എന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? നവജാത ശിശുക്കളിൽ നമുക്ക് ശ്വാസമുട്ട് ഉണ്ടാകുവാൻ നിരവധി കാരണങ്ങളുണ്ട്. പ്രധാനമായിട്ടും മാസം തികയാതെ ജനിക്കുന്ന കുട്ടികളിലാണ് നമ്മളിത് ഭൂരിഭാഗം കാരണങ്ങളും കണ്ടുവരാറുള്ളത്. പല കാരണത്താലുണ്ട്. അതായത് ശ്വാസകോശ സംബന്ധമായും ഹൃദയത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടും കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ജന്മനാ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ശ്വാസമുട്ടുണ്ട്. അതല്ല അവർക്ക് എന്തെങ്കിലും സ്ട്രക്ചറൽ മാൽഫോർമേഷൻസ്, അതായത് ഹാർട്ടിൻ്റെയോ അല്ലെങ്കിൽ ലങ്സിൻ്റെയോ ബുദ്ധിമുട്ടുകൾ കൊണ്ടുണ്ടാകുന്നതും ഉണ്ട്. നോർമലി ഒരു കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിനുള്ളിൽ ഇരിക്കുമ്പോൾ മറുപിള്ള വഴിയാണ് ആ കുഞ്ഞിന് ശ്വാസോച്ഛ്വാസം ലഭിക്കുന്നത്. ആ ഒരു കുഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ ആദ്യത്തെ ഒരു കരച്ചിലിനുള്ളിൽ മാത്രമേ സ്വന്തം, അതായത് കുഞ്ഞിൻ്റെ ശ്വാസകോശത്തിലേക്ക് വായു കടക്കുകയും ഈ ഒരു പ്രക്രിയ കുഞ്ഞ് സ്വന്തമായി ചെയ്യാൻ ആരംഭിക്കുന്നത്. ആ ഒരു സമയം ചില കുഞ്ഞുങ്ങൾക്ക് ചെറിയൊരു ഡിലേ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ശ്വാസമുട്ട് കാണാറുണ്ട്. പക്ഷെ ഇത് വലിയ ഗുരുതരമായൊരു പ്രശ്നമല്ല. അത് പതുക്കെ തന്നെ ഒരു 1-2 മണിക്കൂറിൽ തന്നെ മാറുന്നതാണ്. പക്ഷെ ബാക്കി കാരണത്താൽ, അതായത് ശ്വാസകോശ സംബന്ധമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണെങ്കിൽ കുറച്ച് സമയം നിലനിൽക്കാൻ സാധ്യതകളുണ്ട്. അതിലൊന്നാണ് ട്രാൻസിയൻറ്റ് ടാക്കിപ്നിയ ഓഫ് ന്യൂബോൺ എന്ന് പറയും. അത് കൂടുതലും മാസം തികയാതെ ജനിക്കുന്ന കുഞ്ഞുങ്ങളിലാണ് കാണുന്നത്. അവരുടെ ശ്വാസകോശത്തിനുള്ളിലെ ഫ്ലൂയിഡിൻ്റെ ക്ലിയറൻസ് ഡിലേ ആകുമ്പോഴാണ് ഇങ്ങനൊരു ബുദ്ധിമുട്ട് കുഞ്ഞുങ്ങളിൽ കാണുക. അത്തരം കുഞ്ഞുങ്ങൾക്ക് ശ്വാസം മുട്ടായിട്ട്, അതായത് ശ്വാസം വേഗത്തിലെടുക്കുകയും നെഞ്ചിൻ്റെ താഴ്ഭാഗം കുഴിയുകയും അവർക്ക് ഓക്സിജൻ്റെ ആവശ്യം വരാം. തുടക്കം മുതൽ തന്നെ നമുക്ക് ചിലപ്പോൾ ഓക്സിജൻ സപ്പോർട്ടിലാക്കേണ്ടി വരാം കുഞ്ഞുങ്ങളെ. ഓക്സിജൻ ഹുഡോ അല്ലെങ്കിൽ CPAP പോലത്തുള്ള മെഷീൻസിലേക്ക് കുഞ്ഞിനെ വെക്കേണ്ടി വരാം. ഇത് ഒരു 72 മണിക്കൂർ വരെയൊക്കെ, 4 മണിക്കൂർ മുതൽ 72 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ ഒരു ബുദ്ധിമുട്ട് കുഞ്ഞുങ്ങൾ മാറാവുന്നതുമാണ്. അധികം ഗുരുതരമായി കാണാറുള്ള ഒരു അവസ്ഥയും അല്ല. പിന്നെ രണ്ടാമതായി കാണുന്നത് മിക്കോണിയം ആസ്പിറേഷൻ എന്ന് പറയും. അതായത് കുഞ്ഞുങ്ങൾ അമ്മയിൽ നിന്ന് ജനിക്കുന്ന സമയത്ത്, അതായത് ആ പ്രസവത്തിൻ്റെ സമയത്തോ അല്ലെങ്കിൽ ഗർഭപാത്രത്തിനുള്ളിൽ വെച്ച് തന്നെ മഷി അല്ലെങ്കിൽ മിക്കോണിയം അവർ പാസ് ചെയ്യുകയും അത് കുഞ്ഞിൻ്റെ ശ്വാസകോശത്തിനുള്ളിലേക്ക് കടക്കുകയും ചെയ്യുമ്പോൾ അവിടെ കുറേ ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് നടക്കാൻ സാധ്യതയുണ്ട്. ശ്വാസകോശത്തിന് ഒരു റിയാക്റ്റീവ് ബുദ്ധിമുട്ട് പോലെ കുഞ്ഞ് ശ്വാസമുട്ടായിട്ട് തന്നെയാണ് തുടക്കം മുതലേ കാണിക്കുന്നത്. ഇത് കുറച്ചും കൂടെ സീരിയസ് ആവാവുന്ന ഒരു കണ്ടീഷനാണ്. എല്ലാ കുഞ്ഞുങ്ങളിലും മഷി വിഴുങ്ങിയാൽ ഈ ഒരു ബുദ്ധിമുട്ട് കാണണമെന്നില്ല. ഏകദേശം ഒരു 5% താഴെ മാത്രമേ ഈ ഒരു ബുദ്ധിമുട്ട് മിക്കോണിയം ആസ്പിറേഷൻ സിൻഡ്രം എന്നൊരവസ്ഥയിലേക്ക് എത്തിക്കാറുള്ളൂ. ഇത്തരം കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ തുടക്കം മുതൽ തന്നെ നമുക്ക് CPAP മെഷീൻ അല്ലെങ്കിൽ വെന്റിലേറ്റർ സപ്പോർട്ട് വരെയൊക്കെ പോകേണ്ടി വരാം. അതനുസരിച്ചുള്ള കുഞ്ഞിൻ്റെ ബുദ്ധിമുട്ടനുസരിച്ച് മാറി വരാനും സമയമെടുക്കും. പിന്നെ ഉള്ളൊരു കണ്ടീഷനാണ് ഇൻഫെക്ഷൻസ്. അതായത് കുഞ്ഞുങ്ങൾക്ക് അമ്മയിൽ നിന്ന് ഗർഭപാത്രത്തിനുള്ളിൽ വെച്ച് തന്നെ എന്തെങ്കിലും രീതിയിലൊരു ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ സെപ്സിസ് എന്ന് നമ്മൾ പറയും. ഈ ഒരു ഇൻഫെക്ഷൻ കിട്ടുവാണെങ്കിൽ അതൊരു ന്യൂമോണിയ പോലെ കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ശ്വാസകോശത്തിൽ ന്യൂമോണിയ ആയിട്ട് പ്രസൻറ്റ് ചെയ്യാം. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്കും ശ്വാസമുട്ട്, കിതപ്പ്, നെഞ്ചിൻ്റെ താഴ്ഭാഗം കുഴിഞ്ഞു പോവുക, ഓക്സിജൻ്റെ ആവശ്യകത ഇതെല്ലാം വേണ്ടി വരുന്നതാണ്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഓക്സിജൻ സപ്പോർട്ട് കൊടുക്കുകയും കൃത്യമായിട്ടുള്ള ആൻറ്റിബയോട്ടിക് മരുന്നുകൾ കൊടുത്തും പൂർണ്ണമായിട്ടും ചികിത്സിക്കാവുന്ന ഒന്നാണ്. പിന്നെ ഇതൊന്നും പെടാതെ നമ്മൾ പൂർണ്ണമായിട്ടും വളർച്ച എത്താതെ, അതായത് മാസം തികയാതെ ജനിക്കുന്ന കുട്ടികളുണ്ട്. അതായത് ഒരു 34 ആഴ്ച താഴെ ജനിക്കുന്ന കുഞ്ഞുങ്ങളിലാണെങ്കിൽ അവരുടെ ശ്വാസകോശം പൂർണ്ണമായി വികസിച്ചിട്ടുണ്ടാവില്ല. അതുമാത്രമല്ല അതിനുള്ളിൽ സർഫക്റ്റൻ്റ് എന്നുള്ള ഒരു പദാർത്ഥം പൂർണ്ണമായിട്ടും ഉൽപ്പാദിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് തുടക്കം മുതൽ തന്നെ നല്ല രീതിയിൽ കടുത്ത ശ്വാസമുട്ട് കാണിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളെ വെന്റിലേറ്ററിലാക്കുകയോ അല്ലെങ്കിൽ CPAP മെഷീനിൽ വെക്കുകയും ചെയ്യേണ്ടി വരാം. സർഫക്റ്റൻ്റ് എന്ന് പറയുന്ന ആ പദാർത്ഥം നമുക്ക് കുഞ്ഞുങ്ങളിൽ പുറമേ നിന്ന് നമുക്ക് സർഫക്റ്റൻ്റ് റീപ്ലേസ്മെൻറ്റ് തെറാപ്പി പോലെ നൽകുവാനും സാധിക്കും. ഇത്തരം കുഞ്ഞുങ്ങളും ബുദ്ധിമുട്ട് മാറാൻ കുറച്ച് സമയം എടുക്കുന്നതാണ്. എന്ത് തന്നെയായാലും എല്ലാ ബുദ്ധിമുട്ടുകളും നമുക്ക് ചികിത്സിച്ച് മാറ്റാവുന്നതാണ്.